നമസ്കാരം, ജയനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫ് റോഡ് പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഓഫ് റോഡ് പ്രേമികൾക്ക് മാത്രമല്ല, ജീപ്പ് പ്രേമികൾക്കും താർ പ്രേമികൾക്കും എല്ലാവർക്കും ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, മഹീന്ദ്ര താറിനെ വെട്ടാനായിട്ട് നമ്മുടെ ജീപ്പ് സാക്ഷാൽ ജീപ്പ് അവതരിപ്പിക്കാൻ പോവുകയാണ്. അത് ജീപ്പിൻ്റെ മിനി റാംഗ്ലർ വരാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസാണ് കേട്ടോ ഇപ്പോൾ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോ. ജീപ്പിൻ്റെ തന്നെ കോമ്പസും മെറീഡിയനും ഗ്രാൻഡ് ചെറോക്കിയും അതുപോലെ റാംഗ്ലറും തന്നെ എല്ലാം തന്നെ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും ഒന്നും തന്നെ അത്രയ്ക്ക് അങ്ങോട്ടൊരു ഒരു മാർക്കറ്റ് പിടിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. കാര്യം ഓഫ് റോഡിൻ്റെ കിങ് ആണ് ജീപ്പിൻ്റെ റാംഗ്ലർ എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ ജീപ്പിൻ്റെ റാംഗ്ലർ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ബഡ്ജറ്റ് കൊണ്ടായിരിക്കണം, ശരിക്കും കൂടിയൊരു വില കൊണ്ടായിരിക്കണം ഇവിടെ ശരിക്കും. തന്നെയല്ല, ഇന്ത്യൻ പതിപ്പായ ജീപ്പ് റാംഗ്ലർ, അതായത് നമ്മുടെ താർ ഇവിടെ ഉള്ളതുകൊണ്ട് ശരിക്കുമുള്ള ജീപ്പിൻ്റെ റാംഗ്ലറിന് ഇന്ത്യയിൽ അത്രയ്ക്കൊരു ഒരു മാർക്കറ്റ് പിടിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ശരിക്കുമുള്ള താർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ താർ ശരിക്കും ഇന്ത്യയിൽ ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിളായിട്ട് മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. ലൈഫ് സ്റ്റൈൽ ഒരു സെഗ്മെൻറ്റിലെ ഒരു താരമായിട്ട് തന്നെ മഹീന്ദ്രയുടെ താർ വിലസിക്കൊണ്ടിരിക്കുകയാണ്. താറിൻ്റെ ഇപ്പോഴത്തെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഒരു പുതിയൊരു എർത്ത് എഡിഷൻ ഇറക്കിയിരുന്നു. ശരിക്കുള്ളൊരു വില എന്ന് പറഞ്ഞാൽ 14.5 ലക്ഷം മുതൽ 17.5 ലക്ഷം വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് താറിൻ്റെ. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ശരിക്കുള്ള ജീപ്പ് റാംഗ്ലറിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു വ്യത്യാസമാണ്. അപ്പോൾ അത്തരം ഒരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ് ഉള്ളതുമാണ് താർ. അതുപോലെ ഇന്ത്യൻ ബ്രാൻഡാണ്, അപ്പോൾ വില കുറവുമാണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആളുകൾ ഒരിക്കലും ജീപ്പിൻ്റെ റാംഗ്ലറിലേക്ക് പോവുകയില്ല. നമ്മുടെ സ്വന്തം ഇന്ത്യൻ റാംഗ്ലറായ മഹീന്ദ്രയുടെ താറിൽ തന്നെ കിടന്ന് കളിക്കുകയുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ടാണ്, ആ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ജീപ്പ് അവരുടെ റാംഗ്ലറിൻ്റെ ഒരു മിനി പതിപ്പുമായിട്ട് ഇന്ത്യയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. താറിൻ്റെ തന്നെ ആദ്യ തലമുറ വന്നത് ശരിക്കും ഒരു പ്യൂറായിട്ടുള്ള ഓഫ് റോഡ് മാത്രമായിട്ടുള്ളൊരു വെഹിക്കിളായിരുന്നു എന്നും പറയാം. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ താർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും ജീപ്പിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഒരു ഡിസൈനുമായിട്ട് വന്നിരിക്കുന്ന പുതിയ താർ എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിളാണ്. ഒരു ഫാമിലികളും യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ 4x4 വേർഷനും 4x2 വേർഷനും അതിൻ്റെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ താറിൻ്റെ 5 ഡോർ വരുന്നുണ്ട്. അതായത് നമ്മുടെ ജീപ്പിൻ്റെ റാംഗ്ലറിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള 5 ഡോർ താർ വരുന്നുണ്ട്. അതും ഫാമിലി എല്ലാം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ജീപ്പ് അല്ലാത്ത മഹീന്ദ്ര കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ശരിക്കുമുള്ള ജീപ്പ് അവരുടെ മാർക്കറ്റ് മഹീന്ദ്ര മാർക്കറ്റിലെ സെയിൽ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കണം ജീപ്പ് എന്ന് പറയുന്ന അധികായൻ അവരുടെ റാംഗ്ലർ മോഡലിൻ്റെ ഒരു മിനി പതിപ്പുമായിട്ട് ഇന്ത്യയിലെ മാർക്കറ്റ് അതുപോലെ തന്നെ താറിൻ്റെ മാർക്കറ്റിനെ പിടിക്കാനായിട്ട് വരുന്നത് കേട്ടോ. മഹീന്ദ്ര താറിൻ്റെ ആണെങ്കിലും എർത്ത് എഡിഷൻ, ഒരു ഡെസേർട്ട് തീമിലുള്ള ഒരു എർത്ത് എഡിഷൻ കഴിഞ്ഞ ആഴ്ച അവർ ലോഞ്ച് ചെയ്തിരുന്നു. അതുപോലെ ഇന്നിപ്പോൾ ഒരു പുതിയ ഒരു കളർ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറയുന്ന കളർ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മഹീന്ദ്ര അവരുടെ താറിൻ്റെയും കുറച്ച് പുതിയ പുതിയ വെറൈറ്റീസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഡിസൈനിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, കളർ ചേഞ്ചുകൾ വന്നിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മാർക്കറ്റിൽ പിടിച്ചിരിക്കണമല്ലോ, മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ ഒരിക്കലും മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടായിരിക്കണം എന്തായാലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് ഇങ്ങനെ ഒരു പണി കൂടി റാംഗ്ലറിൽ നിന്ന് അല്ലെങ്കിൽ ജീപ്പിൽ നിന്ന് വരാൻ പോകുന്നത് കേട്ടോ മഹീന്ദ്രയ്ക്ക്. എന്തായാലും നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബുള്ളറ്റിനെ പിടിക്കാനായിട്ട് പലരും വന്നു. അതുപോലെ തന്നെ മഹീന്ദ്ര താറിനെ പിടിക്കാനായിട്ട് ഫോഴ്സിൻ്റെ ഗൂർഖയും അതുപോലെ തന്നെ മാരുതി സുസുക്കിയുടെ ജിമ്നിയൊക്കെ വന്ന് മാർക്കറ്റിൽ തലകുത്തി വീണ് പോയിട്ടുള്ള ചരിത്രമുള്ളൂ. പക്ഷേ ജീപ്പിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല എന്തായിരിക്കും വരാൻ പോകുന്നത്. കാരണം ജീപ്പ് അവതരിപ്പിക്കാൻ പോകുന്നത് മഹീന്ദ്ര റാംഗ്ലറിൻ്റെ 5 ഡോർ മോഡലായിരിക്കില്ല മിക്കവാറും വരാൻ പോകുന്നത്. 3 ഡോർ മോഡലായ റൂബിക്കോൺ ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് സിട്രോൺ C3 എയർകോസിൻ്റെ പ്ലാറ്റ്ഫോം ബേസ് ചെയ്തിട്ടുള്ള അതേ സെയിം പ്ലാറ്റ്ഫോമിലായിരിക്കും വരാൻ പോകുന്നതെന്നാണ് ന്യൂസുകളൊക്കെ അറിയുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഷോർട്ട് ബോഡി ടൈപ്പ് പഴയ നമ്മുടെ വില്ലീസൊക്കെ നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോഡലാണ് ലോ ബോണറ്റ് ആയിട്ടുള്ള വില്ലീസ് കേട്ടോ. ലോ ബോണറ്റ് മോഡൽ ഷോർട്ട് ബോഡി ടൈപ്പ് ആയിട്ടുള്ള വില്ലീസ്, അത്തരം ഒരു ഷോർട്ട് ബോഡി ടൈപ്പ്, അതായത് റൂബിക്കോണിൻ്റെ 3 ഡോർ വേർഷനുള്ള റൂബിക്കോൺ മോഡലായിരിക്കും മിക്കവാറും ജീപ്പിൻ്റെ വരാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും മഹീന്ദ്രയുടെ ഈ പറയുന്ന 17 ലക്ഷം എക്സ്ഷോറൂം വരുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിനെ കഴിഞ്ഞും കുറച്ചുകൂടി ഒരു പ്രൈസ് റേഞ്ച് മുകളിലേക്കായിരിക്കും. കാരണം ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ജീപ്പിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഒരു 20-25 ലക്ഷത്തിൻ്റെ ഒരു റേഞ്ചിലായിരിക്കും ഈ ജീപ്പ് റാംഗ്ലറിനെ അല്ലെങ്കിൽ മിനി റാംഗ്ലറിനെ അല്ലെങ്കിൽ ഈ പറയുന്ന 3 ഡോർ വെർഷനെ. പേരും കാര്യങ്ങളൊന്നും അവതരിപ്പിച്ചിട്ടില്ല, മീഡിയയിൽ വന്നിരിക്കുന്ന ന്യൂസ് മാത്രമാണ്. അപ്പോൾ ആ ഒരു വെർഷനെ അവർ അവതരിപ്പിക്കാൻ പോകുന്നത് ആ ഒരു രീതിയിലായിരിക്കും. ഒരു 20-25 അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന റേഞ്ചിലായിരിക്കും. കാരണം മാർക്കറ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ലെവൽ മാർക്കറ്റിൽ റേഞ്ചിൽ അല്ലെങ്കിൽ പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തായാലും പിടിക്കാൻ സാധിക്കില്ല. ധാരണ മാർക്കറ്റിനെ പിടിക്കാനായിട്ടാണ് വരുന്നത് എങ്കിൽ ഉറപ്പായിട്ടും ജീപ്പിന് ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കേണ്ടി വരും എന്നൊക്കെ വേണം നമുക്ക് പറയാനായിട്ട്. കാരണം പുതിയ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടുതലായിട്ടൊന്നും അവൈലബിൾ അല്ല. എന്തായാലും ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കാൻ പോകുന്നത് ഇന്ത്യയിൽ രഞ്ജൻഗാവിലുള്ളവരുടെ പ്ലാന്റിൽ തന്നെ ആയിരിക്കും കേട്ടോ. ജീപ്പിൻ്റെ സ്വന്തം പ്ലാന്റിൽ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എക്സ്പോർട്ടുകളും ഉള്ള കാര്യങ്ങളും തന്നെ ജീപ്പ് കൺസിഡർ ചെയ്യാനും സാധ്യതയുണ്ട്. അതായത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അതുപോലെ ആഫ്രിക്കൻ കൺട്രീസ് അങ്ങനെ റൈറ്റ് ഹാൻഡ് ഡ്രൈവുകളുള്ള രാജ്യങ്ങളിലേക്കും ഇതിൻ്റെ എക്സ്പോർട്സും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള കാര്യങ്ങളും ജീപ്പ് എന്തായാലും ആലോചിക്കാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ലോ ബഡ്ജറ്റ് വെഹിക്കിൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.
എന്തായാലും പതിറ്റാണ്ടുകളുടെ ഓഫ് റോഡിംഗ് പാരമ്പര്യമാണ് കേട്ടോ ജീപ്പിൻ്റെ ഓഫർ. അതുപോലെ തന്നെ റോബസ്റ്റ് ആയിട്ടുള്ള ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റീസും ഡീസൽ പെട്രോൾ വേരിയൻസും ബോഡി ഓൺ ഫ്രെയിം ആർക്കിടെക്ചറും എല്ലാമായിട്ട് ലോ കോസ്റ്റിൽ, അതായത് ലോ ബഡ്ജറ്റിലൊരു ഓഫ് റോഡിംഗ് വെഹിക്കിൾ, അതായത് ജീപ്പ് റാംഗ്ലറിൻ്റെ ഒരു മിനി റാംഗ്ലർ എന്ന് വേണം പറയാം, റൂബിക്കോൺ മോഡലായിരിക്കും വരാൻ പോകുന്നത്. അത്തരം ഒരു ഓഫറാണ് എന്തായാലും ജീപ്പ് പ്രേമികൾക്ക് അല്ലെങ്കിൽ റാംഗ്ലർ പ്രേമികൾക്കായിട്ട് അല്ലെങ്കിൽ ഓഫ് റോഡ് പ്രേമികൾക്കായിട്ട് ഈ ആഴ്ച വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ന്യൂസ് അതാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.